നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക്. ഡാമിന്റെ 10, 11, 17, 18 ബ്ലോക്കുകളിൽ ചോർച്ച വർദ്ധിച്ചു. 130 അടിക്ക് മുകളിൽ നിരവധി ചോർച്ചകൾ. ജില്ലയിലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ ഭൂമിക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കി സർക്കാർ ഉത്തരവ്. പെരിഞ്ചാംകുട്ടി മേഖലയിൽ പട്ടയം വിതരണം ചെയ്യുവാനുള്ള തടസ്സങ്ങൾ നീക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. 6ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സർക്കാർ വാഗ്ദാനം പാലിച്ചില്ല. പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസികൾ ദുരിതത്തിലേക്ക്. അനധികൃതമായി പ്ലാന്റേഷനിൽ കുടിൽ കെട്ടിയവരെ ഇറക്കിയപ്പോൾ അധികൃതർ നിലനിർത്തിയ 19 ആദിവാസി കുടുംബങ്ങളാണ് സർക്കാർ നടപടി വൈകുന്നതോടെ ദുരിതത്തിലായത്. പാലം തകർന്ന് 5 വർഷം പിന്നിടുമ്പോഴും നടപടിയുണ്ടാകാത്തത് ചെമ്പകപ്പാറ നിവാസികൾക്ക് ദുരിതമാകുന്നു. കൊന്നത്തടി, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ 100 കണക്കായ കുടുംബങ്ങൾ യാത്ര ചെയ്യുവാൻ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിയേണ്ട ഗതികേട്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക്. ഡാമിന്റെ 10, 11, 17, 18 ബ്ലോക്കുകളിൽ ചോർച്ച വർദ്ധിച്ചു. 130 അടിക്ക് മുകളിൽ നിരവധി ചോർച്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുവാൻ കാരണമായത്. ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് 135.7 അടിയാണ്. ഇന്നുച്ചയോടെ ഡാം സന്ദർശിച്ച ഉപസമിതി ഡാമിലെ ചോർച്ച വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഡാമിന്റെ 10, 11, 17, 18 ബ്ലോക്കുകളിൽ നേരത്തെ കണ്ടെത്തിയ ചോർച്ച വർദ്ധിച്ചു കഴിഞ്ഞു. കൂടാതെ 130 അടിക്ക് മുകളിൽ നിരവധി ചോർച്ചകൾ കണ്ടെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉപസമിതിയോടൊപ്പം എത്തിയ മാധ്യമപ്രവർത്തകരെ എന്നാൽ ഡാമിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തമിഴ്നാട് അനുവദിച്ചില്ല. ഉച്ചയ്ക്ക് 1:30 ഉപസമിതി ഡാമിൽ പരിശോധനയ്ക്കായി എത്തിയത്. ചെയർമാൻ VH ഗിരീഷ്, ജോർജ് ഡാനിയൽ, പ്രതീഷ് എന്നിവരും തമിഴ്നാട് പ്രതിനിധികളുമാണ് പരിശോധന നടത്തിയത്. സെക്കൻഡിൽ 2090 ഘനയടി വെള്ളമാണ് ഡാമിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. 540 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ജലനിരപ്പ് 142 അടിയായി ഉയർത്തുവാൻ സുപ്രീം കോടതി അനുമതി നൽകിയതിനാൽ സ്പിൽവേയിലെ 13 ഷട്ടറുകളും പൂർണ്ണമായും തമിഴ്നാട് അടച്ചിരിക്കുകയാണ്. എന്നാൽ 13ാം ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് പ്രവർത്തനക്ഷമമല്ല. സാധാരണഗതിയിൽ 136 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ സ്പിൽവേ വഴി ഇടുക്കി ഡാമിലേക്ക് ജലമൊഴുകുകയാണ് പതിവ്. എന്നാൽ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതോടെ ഈ ജലമൊഴുക്ക് നിലച്ചു കഴിഞ്ഞു. ജില്ലയിലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ ഭൂമിക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കി സർക്കാർ ഉത്തരവിറക്കി. പെരിഞ്ചാംകുട്ടി മേഖലയിൽ പട്ടയം വിതരണം ചെയ്യുവാനുള്ള തടസ്സങ്ങൾ നീക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിൽ ഭൂമിയുള്ളവർക്ക് നവംബർ 3 നിശ്ചയിച്ചിരിക്കുന്ന മേളയിൽ പട്ടയം ലഭിക്കുവാൻ സാധ്യത കുറവാണ് എങ്കിലും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തിലുള്ളവർ പട്ടയത്തിനായി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് സൂചന. ഇവർക്ക് പട്ടയം നൽകുമെന്ന വിവിധ സർക്കാരുകളുടെ വാഗ്ദാനം പാലിക്കപ്പെടാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. KSEB ഉപേക്ഷിച്ച പദ്ധതി പ്രദേശമായ പെരിഞ്ചാംകുട്ടിയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുവാൻ 1993 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം തടസ്സങ്ങളുണ്ടെന്നും അവ നീക്കുവാൻ അടിയന്തര നടപടി വേണമെന്നും ഈ മാസം 14-ാം തീയതി റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കലക്ടർ ആവശ്യപ്പെട്ടിരുന്നു. ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി യോഗം വിളിച്ചത്. വിഷയത്തിൽ ഉടൻ നടപടി വേണമെന്ന് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പെരിഞ്ചാംകുട്ടി മേഖലയിലെ പട്ടയ വിതരണത്തിന് ദേവികുളം സബ് കളക്ടർ ഗോകുലിനെയാണ് സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ സഹായിക്കുവാൻ ഡെപ്യൂട്ടി കളക്ടർമാരായ CM സെബാസ്റ്റ്യൻ, PD ഇന്ദിര എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പെരിഞ്ചാംകുട്ടിയിലെ പട്ടയങ്ങൾ സംബന്ധിച്ച് റവന്യൂ ഭൂമി പതിവ് രേഖകളിൽ KSEB എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. പട്ടയം വിതരണം ചെയ്യുമ്പോൾ ഇത് കണക്കിലെടുക്കേണ്ട എന്നാണ് റവന്യൂ